ഇംഗ്ലീഷിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഷീ ഡാഷ് ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ബൈ ദി ടൈം യു ഗെറ്റ് ബാക്ക്. ഇവിടെ ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ബൈ ദി ടൈം യു ഗെറ്റ് ബാക്ക്. അക്കാദമിയിലേക്ക് സ്വാഗതം. PSC പരീക്ഷയ്ക്കായി പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഡൗൺലോഡ് ചെയ്ത ശേഷം സ്ക്രീനിൽ കാണുന്ന പോലെ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ 40-ലധികം പ്രഗത്ഭരായ എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ ലഭ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ടാങ്ക് ഡാഷ് കണ്ടെയ്ൻ 1000 liters of water. This tank dash contain 1000 liters of water. This tank can contain ഉൾക്കൊള്ളാൻ കഴിയും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. He always dash his work on time. ഓൾവേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലാണ് വരിക. കംപ്ലീറ്റ്സ്. He always completes his work on time. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I ആണ്. I dash for you since 8 AM. 8 മണി മുതൽ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. I ആണ്. I have been waiting for you since 8 AM. സിൻസും ഫോറൊക്കെ വന്നാൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് ING ഫോം ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. ഡിഡ് ദേ കുക്ക് വെജിറ്റബിൾസ്? എന്താ വരിക? വേർ വെജിറ്റബിൾസ് കുക്ക്ഡ് ബൈ ദം. ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് വേർ വെജിറ്റബിൾസ് കുക്ക്ഡ് ബൈ ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം പീപ്പിൾ ബിലീവ് ഇൻ ആസ്ട്രോളജി. സം പീപ്പിൾ ബിലീവ് ഇൻ ആസ്ട്രോളജി. എന്ത് വരും? ആസ്ട്രോളജി ഈസ് ബിലീവ്ഡ് ഇൻ ബൈ സം പീപ്പിൾ. പീപ്പിൾ ആണ്. ആസ്ട്രോളജി ഈസ് ബിലീവ്ഡ് ഇൻ അതൊരൊറ്റ വേർഡാണ്. ബിലീവ്ഡ് ഇൻ ബൈ സം പീപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ വരുന്നതാണ്. ദർ ഇസ് നോ ആനിമൽ ഡാഷ് ദാൻ ദ ടൈഗർ. ദർ ഇസ് നോ ആനിമൽ ഡാഷ് ദാൻ ദ ടൈഗർ. ദാൻ ആണ്. അപ്പം മോർ ദാൻ എന്നുള്ള പ്രയോഗമാണ്. ഓപ്ഷനിൽ മോസ്റ്റോ ഒക്കെ ഉണ്ടാവും, പക്ഷേ മോർ എടുക്കുക. മോർ ഫെറോഷ്യസ്. ദർ ഇസ് നോ ആനിമൽ മോർ ഫെറോഷ്യസ് ദാൻ ദ ടൈഗർ. നോ അതർ പ്ലാനറ്റ് ഈസ് സോ ഡാഷ് ആസ് ജൂപ്പിറ്റർ. No other planet is so dash as Jupiter. So big as Jupiter. ജൂപ്പിറ്ററിൻ്റെ അത്ര വലുത് വേറെ പ്ലാനറ്റ്സ് ഒന്നുമില്ല. No other planet is so big as Jupiter. Next question. കൺകോഡാണ്. The cost of all these articles dash risen. The cost of all these articles dash risen. The cost of all these articles has risen. ഫസ്റ്റ് പാർട്ടിസിപ്പിളാണ് റൈസൺ. ഹാസ് റൈസൺ. അടുത്ത ക്വസ്റ്റ്യൻ. ദാറ്റ് നൈറ്റ് എവറി വൺ ഓഫ് ദി ബോട്ട്സ് ക്രൂ ഡാഷ് ഡൗൺ വിത്ത് ഫീവർ. ദാറ്റ് നൈറ്റ് എവറി വൺ ഓഫ് ദി ബോട്ട്സ് ക്രൂ ഡാഷ് ഡൗൺ വിത്ത് ഫീവർ. എന്താ ചെയ്യുക? എന്താ എഴുതുക? ദാറ്റ് നൈറ്റ് എവറി വൺ ഓഫ് ദി ബോട്ട്സ് ക്രൂ വാസ് ഡൗൺ വിത്ത് ഫീവർ. Was down with the fever. Next question. Direct and indirect speech ആണ്. He said I have been learning English for 2 years. For 2 years ആണ് കേട്ടോ. He said I have been learning English for 2 years. എങ്ങനെ എഴുതുക? He said that he had been learning English for 2 years. He said that he had been learning English for 2 years. Next question. The students said what a beautiful scene. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. എക്സ്ക്ലമേറ്ററി ആണ്, അത്ഭുതപ്പെടുത്തുന്ന വേർഡാണ്. ദ സ്റ്റുഡൻസ് എക്സ്ക്ലൈംഡ് ദാറ്റ്. അപ്പോൾ എക്സ്ക്ലൈംഡ്, സെഡ് അല്ല. എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സീൻ. അടുത്തത് കൺജക്ഷൻസ് ആണ്. ഡാഷ് യു ട്രൈ യു വിൽ നോട്ട് സക്സീഡ്. അൺലെസ് യു ട്രൈ യു വിൽ നോട്ട് സക്സീഡ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സക്സീഡ് ആവില്ല, വിജയിക്കില്ല. അൺലെസ് യു ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി റിമൈൻഡ് അറ്റ് ഹോം ഡാഷ് ഹി വാസ് ഇൽ. ഹി റിമൈൻഡ് അറ്റ് ഹോം ആസ് ഹി വാസ് ഇൽ. ആസ് ഹി വാസ് ഇൽ. കണ്ടീഷണൽ സെൻറ്റൻസസ്. If he comes here,
ഐ ഹിം എ ഗിഫ്റ്റ്. അവിടെ ഡാഷ് ഉണ്ട് കേട്ടോ. ഐ ഡാഷ് ഹിം എ ഗിഫ്റ്റ്. ഇഫ് ഹി കംസ് ഹിയർ, അവൻ ഇവിടെ വരികയാണെങ്കിൽ ഐ ഡാഷ് ഹിം എ ഗിഫ്റ്റ്. ഐ വിൽ ഗിവ്, കാരണം കംസ് അവിടെ സിമ്പിൾ പ്രസൻറ്റിലാണ്, അതുകൊണ്ട് ഫ്യൂച്ചർ ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ മതി, വിൽ ഗിവ് മതി. ഇഫ് ഹി കംസ് ഹിയർ ഐ വിൽ ഗിവ് ഹിം എ ഗിഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ഹി വെൻറ്റ് ദർ ഹി ഡാഷ് ദം. ഇഫ് ഹി വെൻറ്റ് ദർ, അവൻ അവിടെ പോവുകയാണെങ്കിൽ ഹി ഡാഷ് ദം. എന്താ, വെൻ്റാണ് അവിടെ അല്ലേ, പാസ്റ്റാണ്. ഫസ്റ്റ് പാർട്ടിൽ പാസ്റ്റാണ്, ഇഫ് ക്ലോസിൻ്റെ പാർട്ടിൽ പാസ്റ്റാണ്, അതുകൊണ്ട് അടുത്ത പാർട്ടിലും പാസ്റ്റ് ഉപയോഗിക്കണം. വെൻറ്റ് കഴിഞ്ഞാൽ കുഡാണ് അവിടെ വന്നത്, കുഡ് മീറ്റ്. ക്യാൻ ഉപയോഗിക്കാൻ പാടില്ല. ഗോ ആണെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം. ഇവിടെ വെൻറ്റ് ആയതുകൊണ്ട് കുഡ് മീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. വി സോ ദ ഡോഗ് ഡാഷ് വറീഡ് ദ കാറ്റ്. വി സോ ദ ഡോഗ്, നമ്മൾ ഡോഗിനെ കണ്ടു. ഡാഷ് വറീഡ് ദ കാറ്റ്, വിച്ച് വറീഡ് ദ കാറ്റ്. ദാറ്റ് വാസ് ഡാഷ് ഐ മെൻറ്റ്. That was dash. What I meant. What I meant. അടുത്ത ക്വസ്റ്റ്യൻ ടാഗ് ആണ്. മൈ ബ്രദർ ഗേവ് മീ എ വാച്ച്. മൈ ബ്രദർ ഗേവ് മീ എ വാച്ച്. ഇങ്ങനെ ചെയ്യാം. സെൻറ്റൻസിൽ നെഗറ്റീവ് ആണെങ്കിൽ ടാഗിൽ നെഗറ്റീവ് ഉണ്ടാവില്ല. സെൻറ്റൻസിൽ നെഗറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ ടാഗിൽ നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ സെൻറ്റൻസിൽ നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് ടാഗിൽ നെഗറ്റീവ് വേണം. ഇവിടെ വെർബ് ഗേവ് ആണ്, അത് ഡിഡ് ഗീവ് ആണ്. ഡിഡ് ഗീവ് ആണ്, അത് നമ്മൾ ഡിഡ് എടുക്കുക. ഡിഡിൻറ്റ് ഹി. ഡിഡിൻറ്റ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെറ്റസ് വന്നാൽ ടാഗ് ക്വസ്റ്റ്യൻ ഷാൾ വി ആയിരിക്കും. ഷാൾ വി. അടുത്ത പ്രിപ്പോസിഷൻസ് ആണ്. ദ പുവർ മാൻ ഈസ് അഫക്റ്റഡ് ഡാഷ്. ദ പുവർ മാൻ ഈസ് അഫക്റ്റഡ് വിത്ത് ആർത്രൈറ്റിസ്. അഫക്റ്റഡ് ഡാഷ് ആർത്രൈറ്റിസ് ആണ്. അഫക്റ്റഡ് വിത്ത് ആർത്രൈറ്റിസ്. They rejoiced dash their success. Rejoiced at എന്നാ പറയാം. They rejoiced at their success. Okay, thank you friends. നന്നായി പരീക്ഷ എഴുതുക. All the best.